വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യയാണ്. ഓക്കെ, so the Department of Animal Husbandry, Dairying and Fisheries, Ministry of Agriculture, Government of India. Department of Animal Husbandry, Dairying and Fisheries is responsible for matters relating to livestock production, preservation, protection and improvement of stocks, dairy development. അതായത് നമ്മുടെ ഫിഷറീസ് ഇന്ത്യയിലെ ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെ അതോറിറ്റിയാണ് ഉള്ളതെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഡയറിങ് ആൻഡ് ഫിഷറീസ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് ഫിഷറീസ് ആണ് എന്തിനുള്ള ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷനും പ്രിസർവേഷനും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്സും ഡയറി ഡെവലപ്മെൻറ്റും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസ്. It also looks after all matters pertaining to fishing and fisheries development board. The department advises the state governments or union territories in the formulation policies and programs in the field of animal husbandry, dairy development and fisheries. അതായത് എന്താണ് ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫിഷറീസ് മൂന്നാല് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് ഫിഷറീസ് എന്ന് പറയുന്ന അതോറിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ, യൂണിയൻ ടെറിട്ടറീസിലുള്ള അതോറിറ്റീസിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇൻ ദ ഫീൽഡ് ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡയറി ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിഷറീസ്. ഇതുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട അനിമൽ ഹസ്ബൻഡറി ആയാലും ഡയറി ഡെവലപ്മെൻ്റ് ആയാലും ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനൊരു അതോറിറ്റിയാണ്. അതിന് പേരെന്ന് DADF എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആൻഡ് ഫിഷറീസ് ആണ്. ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് റിക്വസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്റ്റേറ്റ് or union territories for improving animal productivity, then preservation and protection of livestock through provisions of health care. Then third one എന്ന് പറയുന്നത് strengthening of central livestock farms, അതായത് കാറ്റിൽ, ഷീപ്പ്, പോൾട്രി ഇങ്ങനെയുള്ള ഫാംസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. for the development of superior germplasm for distribution to states, അതായത് നല്ല ഗുഡ് ക്വാളിറ്റിയുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ജേംപ്ലാസം ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യയിലെ പല പല സ്റ്റേറ്റ്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, ബെറ്റർ അനിമൽ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. എക്സ്പാൻഷൻ ഓഫ് അക്വാകൾച്ചർ ഇൻ ഫ്രഷ് ബ്രാക്കിഷ് വാട്ടർ, വെൽഫെയർ ഓഫ് ഫിഷർ ഫോക്ക് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ DADFൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. കീ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇന്ത്യയിൽ ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഓർഗനൈസേഷൻസും പഠിക്കാനുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ മെയിനായിട്ടും ദ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് DOF എന്നാണ് പറയുന്നത്. ദ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ഈസ് ദ നോഡൽ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പോളിസി, ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. DOF is tasked with providing direct support for increasing supply for both capture and culture fishes. അപ്പം സ്റ്റേറ്റ് ലെവൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസ് ആണ് എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, അതായത് നമ്മുടെ ഇൻക്രീസിങ്, അതായത് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യാനും കൾച്ചർ ചെയ്യാനുള്ള അതുപോലെ തന്നെ പല പല ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഫിഷസിനെയൊക്കെ സപ്ലൈ ചെയ്യുന്നതൊക്കെ തന്നെ എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിഷറീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. State laws provide some regulations for fisheries management such as niche size regulations. These are inconsistent across states and weakly enforced. The main activities of state fisheries departments include construction of fishing harbors and setting up marketing and processing infrastructure. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഫിഷിംഗ് ഹാർബേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് നല്ല മാർക്കറ്റിംഗ് ആയിട്ടുള്ള പ്ലേസസൊക്കെ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക, ഫിഷറീസിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുക.
അതുപോലെ തന്നെ റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്. ഫിഷറീസ് റിസർച്ച് ഈസ് അണ്ടർടേക്കൺ ബൈ ബോത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. The central government research institutions generally fall under the control of Indian Council of Agriculture Research, that is ICAR. അപ്പോൾ ഫിഷറീസ് റിസർച്ച് എന്ന് പറയുന്നത് ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളിലാണ്. സെൻട്രൽ ഗവൺമെൻറ് റിസർച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ വരുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഥവാ ഐക്കറിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. ICAR coordinates the activities of 6 major research centers covering inland fishing, aquaculture, education and technology. The Central Marine Fisheries Research Institute CMFRI in Kochi, Kerala is directly supporting marine fishing in India. അപ്പോൾ നമ്മുടെ മറൈൻ ഫിഷിംഗ് ഇൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ എന്താണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത് CMFRI ആണ്. അതെല്ലാം നോക്കി വെക്കണം കേട്ടോ, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കി വെക്കണം. അത് കൊച്ചിയിലാണുള്ളത്. ഓക്കെ. ദെൻ ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ മുംബൈ. അതുപോലെ തന്നെ മറ്റൊരു റിസർച്ച് ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് CIFE എന്ന് പറയും, മുംബൈയിലാണുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. ഫസ്റ്റ് ഐക്കർ പറഞ്ഞു, പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ CMFRI പറഞ്ഞു, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് CIEF മുംബൈയിലാണുള്ളത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ ആണ് ഫുൾ ഫോം, വിച്ച് അണ്ടർടേക്സ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫിഷറീസ്. ഓക്കെ. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, CIFT എന്ന് പറയും, അതും കൊച്ചിയിലാണുള്ളത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി CIFT ഇൻ കൊച്ചി ക്യാരീസ് ഔട്ട് റിസർച്ച് ഇൻ ഫിഷിംഗ് ടെക്നോളജി, ക്രാഫ്റ്റ് ആൻഡ് ഗിയർ പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ. അപ്പം CIFTയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റിസർച്ച് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫിഷിംഗ് ടെക്നോളജി, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ ഗിയർ, ഫിഷിംഗ് ടൂൾസ്, പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ ഒക്കെയാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ക്വാളിറ്റി കൺട്രോൾ സർട്ടിഫിക്കേഷൻ ഫോർ എക്സ്പോർട്ട് ഓഫ് സീഫുഡിൻ്റെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതും CIFT ആണ്. ഓക്കെ. അപ്പോൾ ഈ ഫുൾ ഫോംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എക്സാമിന്, പ്രീവിയസ് എക്സാമിന് ഇങ്ങനെ കുറേ ഫുൾ ഫോം, അതായത് അബ്രിവേഷൻസ് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കും, എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളത് മെയിനായിട്ട് അത് പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഡ് ഇൻ മുംബൈ ഹാസ് എ മാൻഡേറ്റ് ഫോർ സ്റ്റോക്ക് അസസ്മെൻറ്റ്. അപ്പോൾ ഫിഷറി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈയിലാണുള്ളത്. അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? സ്റ്റോക്ക് അസസ്മെൻറ്റ്സ് ആണ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ആക്റ്റുകളാണ്, ലെജിസ്ലേഷനും കൂടെ പഠിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ആക്റ്റുകളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇതെന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ആക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇന്ത്യൻ ഫിഷറീസ് ആക്ട് നമ്പർ 4 ഓഫ് 1897. ഇന്ത്യൻ ഫിഷറീസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്, 1897ലാണ്. എൻ്റെ എയിം എന്താണ്? ടു പ്രൊഹിബിറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ബൈ യൂസ് ഓഫ് എക്സ്പ്ലോസീവ്സ് and poisons in inland waters and on coast, and allowing state governments to make rules for the protection of fish. അതായത് ഫിഷിൻ്റെ പ്രൊട്ടക്ഷൻ ഇൻലാൻഡിലാണെങ്കിലും കോസ്റ്റ് ഏരിയയിലാണെങ്കിലും എന്താണ് ഫിഷിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? വിച്ച് പ്രൊഹിബിറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷ് ബൈ ദ യൂസ് ഓഫ് ഏതൊക്കെയാണ്? എക്സ്പ്ലോസീവ്സും പോയിസൺസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫിഷിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊഹിബിറ്റ് ചെയ്യുന്നൊരു ആക്റ്റാണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് എന്ന് പറയുന്നത്. ദ ഫിഷറീസ് ആക്ട് ഡിഫൈൻസ് വാട്ടർ ടു ഇൻക്ലൂഡ് ദ സീ വിതിൻ എ ഡിസ്റ്റൻസ് ഓഫ് 1 മറൈൻ ലെഗ്യൂ ഓഫ് ദി സീ കോസ്റ്റ്. ഓക്കെ. ഇത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. നെക്സ്റ്റ് ആണ് 1986 ആണ് അതിൽ നിലവിൽ വന്നത്. അതെന്താണ് പറയുന്നത്? ദ ആക്ട് എംപവേഴ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ എൻവയോൺമെൻറ്റ്. ആ പേരിൽ തന്നെയുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നിലവിൽ വന്നൊരു ആക്റ്റാണ്. ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ടു ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ് എമിഷൻസ് ആൻഡ് എഫ്ലുവൻറ്റ് ഡിസ്ചാർജസ് ഓഫ് എൻവയോൺമെൻറ്റ് പൊള്യൂട്ടൻസ്, ടു റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ്, ടു പ്രിസ്ക്രൈബ് പ്രൊസീജിയേഴ്സ് ഫോർ മാനേജിങ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. അതായത് എൻവയോൺമെൻറ്റിന് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മെയിനായിട്ടും എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻസ് എവിടെയൊക്കെ വെക്കണം, ഇൻഡസ്ട്രി എവിടെയൊക്കെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹസാർഡസ് സബ്സ്റ്റൻസിൻ്റെ മാനേജ്മെൻറ്റ്,
establishment safeguards for preventing accidents and to collect and disseminate information regarding environment pollution. അപ്പം മെയിനായിട്ട് എൻവയോൺമെൻറ്റ് പൊല്യൂഷനും ഹസാർഡ്സ് മാനേജ്മെൻറ്റുമാണ് ഈ ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ആണ്. This act provides for the protection of the coastal sea from land-based sources of pollution subject to the decision of the state government. അപ്പോൾ ഇതിന് ഈ ആക്ട് എന്താണ് പറയുന്നത്? ഇതെന്ന് പറയുന്നത് for the protection of the coastal sea, അതായത് നമ്മുടെ സീ ഏരിയ, കോസ്റ്റൽ ഏരിയയെ പ്രൊട്ടക്ഷനാണ്, അവിടുത്തെ വാട്ടറിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഫ്രം ലാൻഡ് ബേസ്ഡ് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, അതായത് ലാൻഡിലുള്ള സോഴ്സസ് ഓഫ് പൊല്യൂഷൻ എങ്ങനെയൊക്കെ നമ്മുടെ സീ വാട്ടറിനെ അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയയെ ബാധിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കി ബിൽഡ് ചെയ്തൊരു ആക്റ്റാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. The main provisions aim to prevention and control of water pollution ആണ്, as well as the restoration of water quality through the establishment of state pollution control boards. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിൻ്റെ ഹെൽപ്പോട് കൂടി, എസ്റ്റാബ്ലിഷ്മെൻറ്റോട് കൂടി തന്നെ നമ്മുടെ വാട്ടറിൻ്റെ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനെ റീസ്റ്റോർ ചെയ്യുക, അതായത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള പാർട്ടാണ് ഇവിടെ ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആക്റ്റാണ്. നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ആക്റ്റാണ് ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002. അപ്പോൾ ഈ ആക്ട് തരും, ചിലപ്പോൾ എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എയിംസ് ചോദിക്കാം, അതിൻ്റെ ഇയർ എന്നാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ദ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ഹാസ് ദ ത്രീ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ തന്നെയാണ് ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് എയിം എന്ന് പറയുമ്പോൾ എന്താണ്? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നിട്ടുള്ള എന്തിനാണ്? ഫോർ ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ദെൻ ദ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്, ദെൻ ഇക്വിറ്റി ഇൻ ഷെയറിംഗ് ബെനിഫിറ്റ്സ് ഫ്രം സച്ച് യൂസ് ഓഫ് റിസോഴ്സസ്. ഇത് മൂന്നുമാണ് ഇവരുടെ ബയോഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്, and equity in sharing benefits from such use of resources. Then marine protected area എന്താണെന്ന് നോക്കാം. അപ്പം ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് MPAയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പം MPA എന്ന് വെച്ചാൽ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നാണ്. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ മെയിൻ എയിം. മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ, അങ്ങനെ ഒരു ഏരിയ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയാണ്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ സ്പീഷീസിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് കോറൽ റീഫ്സ്, അതുപോലെ തന്നെ എസ്റ്റുറീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫിക്സ്ഡ് ക്രിട്ടിക്കൽ ഹാബിറ്റാറ്റ്സ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ പലതരത്തിലുള്ള ഹാബിറ്റാറ്റ്സ് ഉണ്ടല്ലേ, അതിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഹാബിറ്റാറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനുമാണ് ഈ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ്സ് ഇൻ ഫിഷറീസ് സിസ്റ്റം നോക്കാം. എന്താണ് റൈറ്റ്സ് ഇൻ ഫിഷറി സിസ്റ്റം? Allocate rights to an individual, company or boat for a specific share of a fishing resource or a specific area. These rights guarantee the owner a specific share of the total allowable catch, which may be changed depending on the health of the overall fishery. അതായത് ഒരാൾക്ക് ഇത്രമാത്രം ഫിഷിങ്, ഇത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഫിഷിനെ എടുക്കാം എന്നുള്ളൊരു ക്യാച്ച്, അലവബിൾ ആയിട്ടുള്ളൊരു ക്യാച്ച്, അങ്ങനൊരു സ്പെസിഫിസിറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത് പറയുന്നത്? ഫിഷറി റൈറ്റ്സ് ഇൻ ഫിഷറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വിച്ച് മേ ബി ചേഞ്ച്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഹെൽത്ത് ഓഫ് ദി ഓവറോൾ ഫിഷറി. അതായത് ഒരു സ്ഥലത്തെ ഓവറോൾ ഫിഷറിയുടെ ഹെൽത്തിനെ അനുസരിച്ച് ഇത് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതായത് ഇതെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഒരു കമ്പനി ആവാം, ബോട്ട് ആവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റീസ് ആവാം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു ഫിഷിംഗ് റിസോഴ്സ് ഉണ്ട്, ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒരു ഫിഷിംഗ് റിസോഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അവിടെ ഫിഷിംഗ് നടത്താം എന്നതിനെ പറ്റി പറയുന്ന റൈറ്റ്സ്
അതാണ് റൈറ്റ്സ് ഇൻ ഫിഷറി സിസ്റ്റം പറയുന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓഫ് എ സോവറിൻ സ്റ്റേറ്റ് വിത്തിൻ വിച്ച് ഇറ്റ് മേ കൺട്രോൾ ഫിഷിംഗ്. ഫിഷിംഗ് ലൈസൻസ് പ്രൊവൈഡിങ് എ പേഴ്സൺ വിത്ത് ദ റൈറ്റ് ടു ഫിഷ് അറ്റ് എ സ്പെസിഫിക് ടൈം ആൻഡ് പ്ലേസ്. അതായത് ഒരു ഫിഷർമാൻസ്, അതായത് ആഴക്കടലിലൊക്കെ പോകുന്ന ഫിഷിങ്ങിന് വേണ്ടി പോകുന്നവർക്ക് ഉറപ്പായിട്ട് എന്താണ് ഫിഷിങ്ങിനുള്ള ലൈസൻസ് കാണും. ബോട്ടുമായിട്ട് പോകുന്നവർക്ക് അതിനുള്ള ലൈസൻസ് കാണും. അതുപോലെ തന്നെ ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒരു ബോട്ട് ഓണറാണ് അതിന് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു റൈറ്റ് കാണും. എന്താണ്, ഇന്ന സ്ഥലത്ത് നിന്ന് സ്പെസിഫിക് ടൈമും സ്പെസിഫിക് പ്ലേസും ഒക്കെ കാണും. അവർക്ക് ഫിഷ് ചെയ്യാൻ അലവബിൾ ആയിട്ടുള്ള ടൈമും പ്ലേസും ഒക്കെ കാണും. ഓക്കെ. Indigenous land rights may include the rights of indigenous people to fish from land not owned by them. ഓക്കെ, അതായത് ഇൻഡിജിനിയസ് ലാൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ്സ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിഷ് ഫ്രം ദ ലാൻഡ് നോട്ട് ഓൺഡ് ബൈ, അവരുടേതല്ലാത്ത ലാൻഡിൽ നിന്നുള്ള ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് റൈറ്റ്സ് ആണ് ഈ ഇൻഡിജിനിയസ് എന്ന് പറയുന്നത്, ലാൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ ആൻഡ് ഓഷ്യൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ICM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ ആൻഡ് ഓഷ്യൻ മാനേജ്മെൻറ്റ്. ICM can be defined as a continuous and dynamic process by which decisions are taken for the sustainable use, development and protection of coastal and marine areas and resources. അപ്പോൾ ICM എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനാമിക് പ്രോസസ്സാണ്. എന്താണ്, ഒരു ഡിസിഷൻസ്, അതായത് ഒരു സ്ഥലത്തെ ഫിഷിംഗ് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡിസിഷൻസ് എടുക്കുകയാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? സസ്റ്റൈനബിൾ യൂസ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, അതുപോലെ കോസ്റ്റൽ ആൻഡ് മറൈൻ ഏരിയയുടെ പ്രൊട്ടക്ഷനും അതുപോലത്തെ അവിടുത്തെ റിസോഴ്സസിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് കോസ്റ്റൽ ആൻഡ് ഓഷ്യൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഏരിയ പ്ലാനിംഗ് ഉണ്ട്, അതുപോലെ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി ഉണ്ട്. ഇത് മൂന്നുമാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഏരിയ പ്ലാനിംഗ് എന്ന് പറയുമ്പം പ്ലാൻ ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ യൂസസ് ഓഫ് കോസ്റ്റൽ ആൻഡ് മറൈൻ ഏരിയാസ്, പ്രൊവൈഡ് എ ലോങ് ടേം വിഷൻ. ദെൻ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം പ്രൊമോട്ട് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് കോസ്റ്റൽ ആൻഡ് മറൈൻ ഏരിയാസ് ആണ് അതിനകത്ത് വരുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന് പറയുമ്പം പ്രൊട്ടക്ട് പബ്ലിക് സേഫ്റ്റി ഇൻ കോസ്റ്റൽ ആൻഡ് മറൈൻ ഏരിയാസ് typically prone to significant natural as well as human made hazards. അപ്പം നാച്ചുറലോ ഹ്യൂമൻ മെയ്ഡ് ഹസാർഡ്സോ ഉള്ള ഏരിയയിൽ നിന്നും പബ്ലിക്കിൻ്റെ, അതായത് മെയിനായിട്ട് കോസ്റ്റൽ മറൈൻ ഏരിയാസിലുള്ള പബ്ലിക്കിൻ്റെ സേഫ്റ്റി, അതാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് സേഫ്റ്റിയിലും പറയുന്നത്. അതായത് നാച്ചുറൽ ഹസാർഡ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഈ സുനാമിയൊക്കെ പറയാം അല്ലേ, അത് കോസ്റ്റൽ മറൈൻ ഏരിയയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് EU റെഗുലേഷൻ ടു പ്രിവെൻറ്റ് IUU. EU റെഗുലേഷൻ ടു പ്രിവെൻറ്റ്, ഡിറ്റർ ആൻഡ് എലിമിനേറ്റ് ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗ്, അതാണ് IUU എന്ന് പറയുന്നത്. അപ്പോൾ EU റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇല്ലീഗലായിട്ടുള്ള, അൺറിപ്പോർട്ടഡ് ആയിട്ടുള്ള ആൻഡ് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഫിഷിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു റെഗുലേഷനാണ് EU റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് EU റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ IUU എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗ് എന്നാണ്. ഓക്കെ, അൺറെഗുലേറ്റഡ് ഫിഷിംഗ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പല ടേംസും IUUയിൽ പല വേർഡ്സ് മാറ്റിയും തിരിച്ചൊക്കെ ഇട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് നിങ്ങൾ തറവായിട്ട് പഠിച്ചു വെക്കാം. എൻറ്റേർഡ് ഇൻ ടു ദ ഫോഴ്സ് ഓൺ 1st January 2010 ഇത് ഫോഴ്സിൽ വന്നത്, 1st January 2010. ദ റെഗുലേഷൻ എയിംസ് ടു എൻഷുവർ only marine fisheries products validated as legal by the competent flag state or exporting state can be imported to or exported from the EU. അപ്പോൾ ഇത് മെയിനായിട്ടും എന്താണ്, മറൈൻ ഫിഷറീസ് പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും പറ്റി പറയുന്ന ഒരു റെഗുലേഷനാണ്. അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത് കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് 1980, KMFR എന്നാണ് പറയുന്നത്. ഇതും ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതായിരുന്നു. കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് 1980. എന്താണിത് പറയുന്നത്?
an act to provide for the regulation of fishing by fishing vessels in the sea along the coastline of the state. അതായത് സ്റ്റേറ്റിലെ കോസ്റ്റ് ലൈനിൽ കൂടെ എന്താണ് എത്രമാത്രം ഫിഷിംഗ് വെസൽസ് യൂസ് ചെയ്ത് നമുക്ക് ഫിഷിനെ ക്യാച്ച് ചെയ്യാം എന്നതിനെ പറ്റി അതിൻ്റെ റെഗുലേഷനെ പറ്റി പറയുന്ന ഒരു ആക്റ്റാണ് കേരള മറൈൻ ഫിഷറീസ് ആക്ട്. ലെജിസ്ലേഷൻ ഓഫ് ബോട്ട് ബിൽഡിംഗ്, യാർഡ് ആൻഡ് ഫിഷിംഗ് നെറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽസ്, ഇതെല്ലാം തന്നെ ഈ ആക്ടിന് അണ്ടറിൽ വരുന്ന ഒബ്ജക്റ്റീവ്സാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ദ റെഗുലേഷൻ ഓഫ് ഫിഷിംഗ് ബൈ ഫിഷിംഗ് വെസൽസ് ഇൻ ദ സീ അലോങ് ദ കോസ്റ്റ് ലൈൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് ബോട്ട് ബിൽഡിംഗ് യാർഡ്, ദെൻ ഫിഷിംഗ് നെറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഫിഷറീസ് മാനേജ്മെൻറ്റ് കൗൺസിൽസ്. ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആക്ട് എന്ന് പറയുന്നത് 3 വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട്. കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ അമെൻഡ് ചെയ്തത് ആക്ട് 1986 ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ തവണയും 2 തവണ 1986 2 തവണ ഈ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വട്ടം അമെൻഡ് ചെയ്തത് 2017 കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ടിൽ മെയിനായിട്ട് 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഈ ട്രോളിംഗ് ബാൻ ഇത് ലാസ്റ്റ് ടൈം ചോദിച്ചായിരുന്നു. 2015 ട്രോളിംഗ് ബാൻ എന്നായിരുന്നു, എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എന്ന് തൊട്ട് എന്ന് വരെയായിരുന്നു, എത്ര ദിവസമായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. 2015 എക്സാം. അതുകൊണ്ട് 2015 ട്രോളിംഗ് ബാനിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. അപ്പം ഈ വർഷം മേ ബി 2021 ചോദിക്കാം എന്നൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ 2021 ഇൻക്ലൂഡ് ചെയ്തത്. ദ ട്രോളിംഗ് ബാൻ എൻഫോഴ്സ്ഡ് ഇൻ കേരള വിത്ത് ദ എയിം ഓഫ് എൻഷുറിംഗ് ദ പ്രോസ്പെറിറ്റി ഓഫ് മറൈൻ സ്റ്റോക്ക് വിൽ കം ഇൻ ടു ദ ഫോഴ്സ്. അതായത് വിൽ കം എന്ന് വെച്ചാൽ കഴിഞ്ഞ് ജൂൺ 9 മിഡ് നൈറ്റ് തൊട്ടായിരുന്നു ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം 52 ഡേയ്സ് ഉണ്ടായിരുന്നു. എൻഡ് ചെയ്യുന്നത് ജൂലൈ 31 അപ്പം ജൂൺ 9 ടു ജൂലൈ 31 ഏകദേശം 52 ഡേയ്സാണ് ട്രോളിംഗ് ബാൻ ചെയ്തത് 2021. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻറ്റും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും ആണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാ പോയിൻറ്റ്സും നിങ്ങളുടെ സിലബസിലുള്ള എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് ഇല്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.